വചനം പഠിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ കാരണമാണ്. അത് ഉയർച്ചയ്ക്കും നന്മയ്ക്കും കാരണമായിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതാണല്ലോ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 10 തുടങ്ങിയുള്ള വാക്യങ്ങൾ 9 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. വെളിപ്പാട് പുസ്തകം 9-ാം വാക്യം മുതൽ 1-ാം അധ്യായം 9-ാം വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഉണ്ടായി. ഇതിലൂടെ ദൈവം നമ്മോട് എന്താണ് സംസാരിക്കുന്നത്, നമുക്ക് എന്താണ് ആലോചന നൽകുന്നത്? വെളിപ്പാട് പുസ്തകത്തിൻ്റെ വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ശക്തമായ ദൂത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ കൂട്ടാളിയും സ്നേഹിതനും ഒക്കെ ആയിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ അപ്പോസ്തലനായ യോഹന്നാൻ. യോഹന്നാന്റെ ഈ സമയത്തെ വയസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 95ഓളം വയസ്സ് പ്രായമുള്ള യോഹന്നാൻ അപ്പോസ്തലൻ. 95 വയസ്സുള്ള ഈ യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് നാടുകടത്തിയത്? അവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ എന്ന ഞാൻ യേശുവിൻ്റെ കൂട്ടാളിയാണ്, യേശുവിൻ്റെ കൂട്ടുകാരനാണ്, യേശുവിൻ്റെ ശുശ്രൂഷകനാണ്, യേശുവിനെ സാക്ഷീകരിച്ചവനാണ്. എന്തുകൊണ്ട് പത്മോസ് ദ്വീപിലായി? 2 കാര്യമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായി. ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചതിൻ്റെ ഫലമായി, വചനം ജീവിതത്തിൽ ആചരിച്ചതിൻ്റെ ഫലമായി, വചനം ജീവിതത്തിൻ്റെ ഭാഗമായതിൻ്റെ ഫലമായിട്ട് പത്മോസ് എന്ന ദ്വീപിലേക്ക് ആകപ്പെട്ടു. യേശുവിനെ സാക്ഷീകരിച്ചതിൻ്റെ ഫലമായിട്ട്, യേശുവിനെ സാക്ഷീകരിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അന്നത്തെ രാജാവായിരിക്കുന്ന റോമൻ ചക്രവർത്തിയെ അല്ലാതെ വേറെ ആരെയും ദൈവമായിട്ട് അംഗീകരിക്കാൻ പാടില്ല. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമെന്ന് തോമസ് പറയുന്നതിന് പിന്നിൽ അർത്ഥമുണ്ട്. അന്നത്തെ സമൂഹത്തിൽ എൻ്റെ കർത്താവും എൻ്റെ രാജാവും എൻ്റെ ദൈവവും എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ വ്യക്തിയെയാണ്, അതന്നത്തെ റോമൻ ഭരണാധികാരിയാണ്. അതല്ലാതെ വേറെ ആരെയും പറയുവാൻ അനുവാദമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കൊന്നിരിക്കും. അപ്പോസ്തലനായ യോഹന്നാനെ പല വിധത്തിൽ ഈ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടത്തി. പക്ഷേ ദൈവം ഒരു വാഗ്ദത്തം നൽകിയിരുന്നു, ഈ ശിഷ്യന് മരണം സംഭവിക്കില്ല എന്ന്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ചാൽ അവിടെ പറയുന്നുണ്ട്, ഈ മനുഷ്യന് ഒരു ക്രൂശ് മരണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മരണം സംഭവിക്കില്ല, സാധാരണ മരണം സംഭവിക്കുമെന്ന് ദൈവം വാഗ്ദത്തം നൽകിയിരുന്നു. ഓർക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പോസ്തലനായ യോഹന്നാന് എതിരായിട്ട് ലോകം ധാരാളം ശിക്ഷാ നടപടികളൊക്കെ തന്നെ കൈക്കൊള്ളുന്നതായിട്ട് കാണുന്നു. പക്ഷെ ഒന്നും ഇംപ്ലിമെൻ്റ് ആകുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം ആരുടെയൊക്കെ ജീവിതത്തിലുണ്ടോ അവരെ വേറെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഒരുപക്ഷെ മാനുഷികമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, വേദനിപ്പിക്കുന്നു, പത്മോസ് ദ്വീപിലാക്കുന്നു, കഷ്ടത്തിലായിത്തീരുന്നു എന്നൊക്കെ തന്നെ വിചാരിച്ചാലും അത് കഷ്ടതയല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരുപക്ഷെ തിന്മ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പോലും ദൈവത്തെ കൊണ്ട് നന്മയാക്കി തീർക്കാനായിട്ട് സാധിക്കും. 2 കാര്യങ്ങൾക്കാണ് അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലായിത്തീരുന്നത്. ഒന്ന്, യേശുവിനെ സാക്ഷീകരിച്ചതിൻ്റെ ഫലമായി. 2, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കാരണമായി, വചനം പിൻപറ്റിയതിൻ്റെ അനുസരണത്താൽ. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പത്മോസ് ദ്വീപിലായിത്തീരുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പിൻപറ്റിയാൽ, യേശുവിനെ സാക്ഷീകരിച്ചാൽ, ഒരുപക്ഷെ പീഡകളിലേക്കോ വേദനകളിലേക്കോ പോകുന്നതായിട്ട് ഫീൽ ചെയ്താലും ഓർക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. നീ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചാൽ, ദൈവത്തെ മുറുകെ പറ്റിക്കൊണ്ട് നിന്നാൽ, ദൈവത്തെ മകനായിരുന്നാൽ, മകളായിരുന്നാൽ, ദൈവത്തെ സാക്ഷീകരിക്കുന്ന, യഥാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് സാക്ഷീകരിക്കുന്ന വ്യക്തിത്വമാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, ശത്രു നിനക്കെതിരെ ഉണ്ടാക്കുന്ന എല്ലാ പദ്ധതികളും ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ ദൈവം അറിഞ്ഞാൽ അതൊന്നും സംഭവിക്കില്ല. എല്ലാ തിന്മയും നന്മയാക്കി തീർക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പത്മോസ് ദ്വീപിലായിരിക്കുന്നത് ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവമാണ്. ദൈവവുമായുള്ള അടുത്ത് വരുന്ന ഏത് വ്യക്തി ദൈവത്തോട് അടുത്ത് വന്നാലും അവിടെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് പഠിച്ചാൽ, സമാഗമന കൂടാരത്തിന് 3 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് പ്രാകാരം, അത് ജനമിരിക്കുന്ന സ്ഥലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2, വിശുദ്ധ സ്ഥലം, ഇത് ശുശ്രൂഷകന്മാർ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം. അവിടെ ഈ പ്രാകാരത്തിൽ കടന്നു വരുമ്പോഴേക്കും ഏകവാതിലൂടെ അകത്തേക്ക് കടന്നു വന്ന് യാഗമർപ്പിച്ച് വിശുദ്ധീകരണം തങ്ങളെ തന്നെ കഴുകിക്കൊണ്ട് ആണ് നിൽക്കുന്നത്. അവിടെ വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ജനം നിൽക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പുരോഹിതന്മാർ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വീണ്ടും കുറച്ച് പുരോഹിതന്മാർ കാണും. അവിടെയാണ് സെഖര്യാ പുരോഹിതനൊക്കെ നിന്ന് ശുശ്രൂഷ അർപ്പിക്കുന്നത്.
അവിടെ 3 കാര്യങ്ങളാണുള്ളത്. ഒന്നൊരു നിലവിളക്കുണ്ട്, 7 കാലുള്ള നിലവിളക്കുണ്ട്. അത് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്യാനുള്ളത്. വീണ്ടും അവിടെ അപ്പം വച്ചിട്ടുണ്ട്, ഭക്ഷിക്കാനുള്ളതാണ്. പിന്നെ ധൂപമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പുക പൊങ്ങുന്ന ഒരു ധൂപപീഠമുണ്ട്. അത് ആരാധനയെ സൂചിപ്പിക്കുന്നത്, ഈ അപ്പം സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെയാണ്. അവിടെ ഈ ജനം നിൽക്കുന്നിടത്ത് സൂര്യപ്രകാശമുണ്ട്, എല്ലാം കാണാം. എന്നാൽ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഒരൊറ്റ വെളിച്ചമേ ഉള്ളൂ. ആ വെളിച്ചമെന്ന് പറയുന്നത് 7 പൊൻ നിലവിളക്കിന്റെ വെളിച്ചമാണ്. ഇനി വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ ഒറ്റയ്ക്ക് പ്രവേശിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് അതിവിശുദ്ധ സ്ഥലം. ആ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ഒറ്റയ്ക്കാണ് പ്രവേശിക്കേണ്ടത്, അവിടെ വേറെ ആരും കാണില്ല. മഹാപുരോഹിതൻ ജനത്തിന്റെ പാപപരിഹാര യാഗമായി ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഏകനായിട്ടാണ് പ്രവേശിക്കുന്നത്. അവിടെ ദൈവവും ഈ മഹാപുരോഹിതനായിരിക്കുന്ന വ്യക്തി മാത്രമേ കാണുകയുള്ളൂ. പാപം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അവിടെ വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കയറ് കാലിൽ കെട്ടി പുറത്തിട്ടിരിക്കും, കാരണം എടുക്കാനായിട്ട് വേറെ ആർക്കും പോകാൻ പറ്റില്ല. പക്ഷേ ഈ തൻ്റെ അരയിൽ മാതളപ്പഴവും മണികളും ഒക്കെ ഉണ്ടായിരിക്കും. ഇദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ആ സ്ഥലത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ, അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ മണിനാദം കേൾക്കുമ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന മഹാപുരോഹിതൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് ജനം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ ദൈവത്തോട് അധികം അധികം അടുത്തു വരുംതോറും ഒരു ഒറ്റപ്പെടലിന് അല്ലെങ്കിൽ ഏകാന്തതയുടെ ദൈവവും ഈ വ്യക്തിയും മാത്രമുള്ള ഒരു അനുഭവം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, ഏലിയാവിൻ്റെ ജീവിതത്തിൽ തൻ്റെ ശുശ്രൂഷ എല്ലാം അവസാനിച്ചു, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇസബേൽ രാജ്ഞി തന്നെ വിഷമിപ്പിച്ചപ്പോഴേക്കും ഈ മനുഷ്യൻ വളരെയധികം വിഷമിച്ചിട്ട് മരിക്കാനായിട്ട് ചൂരച്ചെടിയുടെ കീഴിലിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ദൈവത്തെ ദൂതൻ വിളിച്ചുണർത്തിയിട്ട് വെള്ളം കൊടുക്കുന്നു, സ്വർഗത്തിൽ ചുട്ട അട കൊടുക്കുന്നുണ്ട്. അത് കഴിക്കുന്നു, വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും വിളിച്ചുണർത്തുന്നു, വീണ്ടും സെയിം അതേ വെള്ളം കൊടുക്കുന്നുണ്ട്, സ്വർഗത്തിൽ ചുട്ട അട കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്യും. മനുഷ്യൻ നടക്കുകയാണ്, 40 രാവും പകലും നടന്ന് ദൈവത്തിന്റെ പർവ്വതത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ഗുഹയിലായിരിക്കുമ്പോൾ ഈ ഏലിയ പ്രവാചകനും ദൈവവും തമ്മിലുള്ള സംഭാഷണമാണ് കാണുന്നത്. ഒറ്റയ്ക്കാണുള്ളത്. ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളിൽ ദൈവം കൈവിട്ട അനുഭവമായിട്ട് ചിന്തിക്കരുത്, പകരം ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്നുള്ളൊരു സ്പേസ് ആയിട്ട് കണക്കാക്കണം. ആരും നമ്മോട് കൂടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുവാനുള്ള അവസരമല്ല, പകരം ദൈവം എന്നോടൊപ്പമുണ്ട്, ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവം എന്നോട് എന്തൊക്കെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വിനയപ്പെടുത്താനായിട്ട്, ദൈവശബ്ദം കേൾക്കുവാനായിട്ട്, നമ്മെ തന്നെ വിനയപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവകൃപ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ അതിവിശുദ്ധ സ്ഥലത്ത് അവിടെ ഒരു വെളിച്ചമുണ്ട്. അത് ഷെഖേന എന്നുള്ള വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഷെഖേന ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവ തേജസ്സിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടാണ് ആ ശുശ്രൂഷകൻ അവിടെ അർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ യോഹന്നാൻ കർത്തൃ ദിവസത്തില് പത്മോസ് ദ്വീപിലായിരിക്കുന്നു. കർത്തൃ ദിവസത്തില് ദൈവവുമായുള്ള ഒരു സംഭാഷണത്തിലേക്ക് അദ്ദേഹം എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. രാജാവ്, അന്നത്തെ റോമൻ ചക്രവർത്തി, അപ്പോസ്തലനായ യോഹന്നാനെ ഉപദ്രവിക്കുന്നതിലേക്ക് വേണ്ടി, കൊല്ലുന്നതിലേക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. പക്ഷേ ദൈവം ആ പദ്ധതിയെ ദൈവത്തിന് തൻ്റെ മകനോടൊപ്പം, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോടൊപ്പം, തൻ്റെ പ്രിയമുള്ളവനോടൊപ്പം സംസാരിക്കുവാനും ദൈവത്തിൻ്റെ ആ ഭാവി പദ്ധതികളെ വെളിപ്പാട് പുസ്തകം നൽകുന്നതിലേക്കുള്ള ഒരു സ്പേസ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശത്രു നമുക്ക് ഒരുക്കുന്ന എല്ലാ തിന്മകളും തിന്മയല്ല, ആ തിന്മയ്ക്കകത്ത് ദൈവം നന്മ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നിനക്കെതിരായി ഉണ്ടാക്കുന്ന ഒരു ആയുധമോ ഫലിക്കുകയില്ല എന്ന് വേദപുസ്തകം നമുക്ക് നൽകുന്ന ഉറപ്പിനെ ഏറ്റെടുക്കുവാനും, ദൈവത്തോടൊപ്പമായിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും എന്ത് സംഭവിച്ചാലും അതിനകത്ത് ദൈവം നന്മയാക്കി തീർക്കുന്ന അനുഭവമുണ്ട് എന്ന് തിരിച്ചറിയുക. യോഹന്നാൻ അപ്പോസ്തലന് ഇതൊരു ചുറ്റുമുള്ളവർക്ക് അദ്ദേഹത്തിന് ശിക്ഷണ നടപടിയായിരുന്നു, ശിക്ഷയായിരുന്നു. കൊല്ലാൻ വേണ്ടി കൊണ്ടിട്ടതാണെങ്കിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് തൻ്റെ ദൂത് നൽകുവാനുള്ളൊരു സ്പേസ് ആയിട്ടാണ് ദൈവം അതിനെ ഉപയോഗിക്കുന്നത്. എന്താണ് തുടർന്ന് സംഭവിക്കുന്നത്? പൗലോസ് അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ദൈവവചനവും യേശുവിനെ സാക്ഷീകരിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ ആയിരുന്നു. തുടർന്ന് ദൈവവും അപ്പോസ്തലനായ യോഹന്നാനും തമ്മിലുള്ള സംഭാഷണമാണ് കാണുന്നത്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഫുള്ളി കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ആത്മവിവശത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധാത്മാവ് തൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുന്ന അനുഭവത്തിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കേണ്ടുന്നത് ആവശ്യമാണ്. നമ്മൾ പല കാര്യങ്ങളും പലയിടത്തും ചെയ്തിട്ട് പാളിപ്പോകാറുണ്ട്. പക്ഷെ പാളിപ്പോകാതെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലേക്ക് വേണ്ടി ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവകരങ്ങളെ സമർപ്പിക്കണം. ദൈവം നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ നിശ്ചയമായും നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരും. നമ്മുടെ സാമ്പത്തികമായുള്ള ക്ലേശങ്ങളുടെ നിയന്ത്രണത്തെ കർത്താവിനോട് ഏറ്റെടുക്കാൻ പറയണം. നമ്മുടെ കുടുംബജീവിതത്തിനകത്തുള്ള പ്രശ്നങ്ങളുടെ നിയന്ത്രണത്തെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാനായിട്ട് പറയണം. നമ്മുടെ മകന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ, മകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ, അപ്പന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ, അമ്മയുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുവാൻ, എൻ്റെ സമ്പത്തിന്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുവാൻ, എൻ്റെ വാഹനത്തിന്റെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുവാൻ, കർത്താവേ, എൻ്റെ രോഗത്തിന്റെ, എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ സകലത്തിന്റെയും നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സമർപ്പിക്കുവാനായിട്ട് സാധിച്ചാൽ പിന്നത്തേതില് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അനുഭവമായിരിക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം, കർത്തൃ ഞായറാഴ്ച ദിവസം അപ്പോസ്തലനായ യോഹന്നാൻ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോസ്തലനായ യോഹന്നാൻ കേൾക്കുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൈവം സംസാരിക്കുന്നത്, പുത്രനായ ക്രിസ്തു സംസാരിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ പിന്നെ ആ ആത്മനിയന്ത്രണത്തിലായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം കേൾക്കുന്നത്, കാണുന്നത് എല്ലാം ദൈവം നൽകുന്നതായിരുന്നു. ഭൗതികമായിട്ടുള്ള ഒന്നും തന്നെ അല്ല, അതിനപ്പുറമായുള്ളത് കാണുവാനും കേൾക്കുവാനും അനുഭവിക്കുവാനും അതിൽ നന്മ കണ്ടെത്തുവാനും തനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ദൈവം അദ്ദേഹത്തോട് സംസാരിക്കുന്നു, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര്യ, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഇങ്ങനെ 7 സഭകൾക്കും അയക്കുക എന്നാണ് പറയുന്നത്. 7 സഭകൾക്കുള്ള ദൂത് നൽകുവാനായിട്ട് അപ്പോസ്തലനായ യോഹന്നാനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, ഓരോ വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഓരോ വ്യക്തികളുടെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നടപ്പിലാകേണ്ടത്. എൻ്റെ ഇഷ്ടമല്ല നടപ്പിലാകാനുള്ളത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിലേക്ക് നടപ്പിലാകുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കും. അതിനു വേണ്ടിയാണ് നമ്മളെ സമർപ്പിക്കേണ്ടത്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലനെ പത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ദൂത്, സ്വർഗത്തിന് പലതും രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് പൂർത്തീകരിക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ ഇഷ്ടം അതുപോലെ നടപ്പിലാകുന്നതിലേക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കണം. കർത്താവെ, അപ്പോസ്തലനായ യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അങ്ങയുടെ ഉദ്ദേശപ്രകാരമുള്ള 7 സഭകൾക്കുള്ള ദൂത് നൽകിയതുപോലെ എൻ്റെ ജീവിതത്തിൽ അങ്ങേക്കൊരു ഇഷ്ടമുണ്ടത് എന്താണോ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടവും ആലോചനയും പദ്ധതിയും എന്താണോ അത് നടപ്പിലാക്കുവാനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയുവാനും വിധേയപ്പെടുത്തുവാനും വിനയപ്പെടുത്തുവാനും സാധിക്കണം. യോഹന്നാന്റെ ജീവിതത്തിൽ ദൈവം അത് സംഭവ്യമാക്കിയെങ്കിൽ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും അത് നിശ്ചയമായും നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 7 സഭകൾക്കുള്ള ദൂത് 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 പൂർണ്ണതയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഈ 7 സഭകൾക്കുള്ള ദൂത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകമെമ്പാടുമുള്ള ക്രിസ്തുവിൻ്റെ സഭയ്ക്ക്, ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയ്ക്കുള്ള ദൂതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ശബ്ദത്തെക്കുറിച്ച് പറയുന്നത്, കാഹളനാദത്തിനൊത്തൊരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. കാഹളനാദത്തിനൊത്തുള്ള ഒരു മഹാനാദം കേട്ടു. കാഹളനാദം എപ്പോഴും നമുക്ക് ആവേശം നൽകുന്നതാണ്. കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ആവേശം നൽകും. കാഹളം മുഴങ്ങുമ്പോൾ ജനം ഓടിക്കൂടി വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ആവേശം നൽകുന്ന ശബ്ദം എൻ്റെ പുറകിൽ, ആവേശം നൽകുന്ന തരത്തിലുള്ളൊരു മഹാനാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ അപ്പോസ്തലൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടോപ്പായുള്ള ശബ്ദം. ഇതിലും വലിയൊരു ശബ്ദം അദ്ദേഹം കേട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് വലിയൊരു ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ് ചെയ്യുന്നത്. ആ ശബ്ദം കേട്ടപ്പോഴേക്കും തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്, ആരാണ് എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു എന്ന് പറഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി നിൽക്കുന്ന മനുഷ്യപുത്രന് സദൃശ്യനായ അവനെയും കാണുകയാണ് ചെയ്യുന്നത്. യേശുവിനെ കാണുന്ന അപ്പോസ്തലനായ യോഹന്നാനെയാണ് പറയുന്നത്.
അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. അത് മഹാനാദത്തിനൊത്ത ശബ്ദം, അത് കാഹളനാദത്തിനൊത്ത ശബ്ദം. ആ ശബ്ദം ആവേശം നൽകുന്നതും താൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ശബ്ദമാണ്. ആ ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും യേശുവിനെ കാണുന്നുണ്ട്. 7 പൊൻനിലവിളക്കുകളെയും ആ നിലവിളക്കിന്റെ നടുവിൽ നിൽക്കുന്ന യേശുവിനെയുമാണ് കാണുന്നത്. ഈ നിലവിളക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് 7 സഭയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സഭയുടെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 നിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് പറഞ്ഞാൽ 7 വിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അതിമഹത്വവാനായി ഈ സഭയുടെ നടുവിൽ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ആവശ്യമാണ്. സഭയുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരു കാര്യം ഓർക്കുക, എൻ്റെ കർത്താവ് സഭയിൽ വെളിപ്പെടുന്ന ദൈവമാണ്. സഭയിൽ വെളിപ്പെടുന്ന ദൈവമാണ്. സഭയുടെ നടുവിലുണ്ട് കർത്താവ്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഈ സഭയുടെ നടുവിൽ ക്രിസ്തു ഉണ്ട്. ഒരുമിച്ച് 2-3 പേർ ഒരു മനസ്സോടുകൂടെ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന കർത്താവ്, നമ്മൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ആ കൂട്ടായ്മയുടെ മധ്യേ കർത്താവുണ്ട്, ഈ ആരാധനയുടെ മധ്യേ കർത്താവുണ്ട്. ഓരോ ശുശ്രൂഷയുടെ മധ്യേ കർത്താവിനെ കാണുവാനായിട്ട് സാധിക്കും. ഓരോ ശുശ്രൂഷയിലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരേ മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മൾ കൂടി വരുമ്പോഴേക്കും അതിൻ്റെ മധ്യേ കർത്താവ് ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടുന്നത് ആവശ്യമാണ്. അപ്പോ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന കർത്താവാണ്. ക്രിസ്തുവിന്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയുടെ മധ്യത്തിലാണ്. സഭയിൽ ക്രിസ്തുവുണ്ട്. സഭയിൽ വെളിപ്പെട്ടു വരുന്ന കർത്താവിനെയാണ്. ആ കർത്താവിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. 48-49 വർഷമായി നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നുണ്ട്. 100-200 വർഷമായി ആരാധിക്കുന്നവരുണ്ട്. ക്രിസ്തുവിനെ നമ്മുടെ സഭയിൽ നമുക്ക് വെളിപ്പെട്ടു വരുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കണം. യേശുവിൻ്റെ സാമീപ്യം അനുഭവിക്കാനായിട്ട് സാധിക്കണം. കർത്താവെ, വെളിപ്പെട്ടു വരുന്ന അങ്ങേ അനുഭവിപ്പാനും രുചിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാനും എന്നെ സഹായിക്കണമേ എന്നുള്ള സമർപ്പണത്തോടുകൂടെ ആയിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. ദൈവ സാമീപ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അപ്പോസ്തലനായ യോഹന്നാനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ലോകം അവന് ദോഷമായിട്ട് ചെയ്തത് ദൈവത്തിൻ്റെ മുന്നിൽ അതൊരു ദോഷമല്ലായിരുന്നു. ദൈവം അതിനെ നന്മയാക്കി തീർത്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലോകം നമുക്ക് നീട്ടിത്തരുന്ന ദോഷങ്ങളെല്ലാം തന്നെ നന്മയാക്കി തീർക്കുവാൻ കർത്താവിനെ കൊണ്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ വചനവും സാക്ഷ്യവും നിമിത്തമാണ് അപ്പോസ്തലനായ യോഹന്നാൻ കഷ്ടത അനുഭവിച്ച് പത്മോസ് ദ്വീപിലാക്കപ്പെട്ടത്. പക്ഷേ യേശുവിൻ്റെ ദൂതും യേശുവിനെ സാക്ഷീകരിക്കുന്നവരുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയല്ല, ആ കഷ്ടതയെ നന്മയാക്കി തീർക്കുവാൻ കർത്താവിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ആരെങ്കിലും സുവിശേഷ നിമിത്തവും ക്രിസ്തു നിമിത്തവും അപമാനമോ കഷ്ടമോ അനുഭവിക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിശ്ചയമായും ദൈവം നിന്നെ കാണുന്നു. നിന്റെ കഷ്ടതകൾ മാറും, നിന്റെ ഭാരങ്ങൾ മാറും, നിന്റെ വേദനകൾ മാറും. അത് സന്തോഷമാക്കി തീർക്കുമെന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തിയത്. വീണ്ടും കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ദൈവമായിട്ടാണ്. ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒരു പർപ്പസ് ഉണ്ട്. 7 സഭകൾക്കുള്ള ദൂത് നൽകുക എന്നുള്ള പർപ്പസ് ഈ അപ്പോസ്തലനായ യോഹന്നാൻ ഉണ്ടായിരുന്നുവെങ്കിൽ, അതുപോലെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും. ക്രിസ്തു സഭയിൽ വെളിപ്പെടുന്ന കർത്താവാണ്. യേശു നമ്മുടെ സഭകളുടെ മധ്യേ വെളിപ്പെടുന്ന ദൈവമാണ്. സഭയുടെ മധ്യേ വെളിപ്പെടുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, സാമീപ്യം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. അങ്ങനെ ആകുമ്പോൾ നാം ഓരോരുത്തരും ദൈവസ്ഥാനത്ത് നിലനിൽക്കുന്നവരായും ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി തീരും. അതിന് സ്വർഗ്ഗിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.